സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ തീവ്ര മഴയുണ്ടാകും. 4 ജില്ലകളിൽ റെഡ് അലർട്ട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തും നഗരത്തിലും പരിസര പ്രദേശത്തും കനത്ത മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിന് സമാനമായ ദൃശ്യങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. അവിടെ നിന്നുള്ള വാർത്തകളും നോക്കേണ്ടതുണ്ട്. സംസ്ഥാന വ്യാപകമായി കനത്ത മഴക്കെടുതികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. ഇന്നലെ വൈകിട്ടും രാത്രിയിലും പെയ്ത മഴയെ തുടർന്നാണ് നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. രാവിലെയും മഴ തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതിനിടെ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം കാലവർഷം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യത. തുടർന്ന് മെയ് 31 കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിനിടെ കേരളത്തിൽ 4 ജില്ലകളിൽ മെയ് 19, 20, 21 3 ദിവസം തുടർച്ചയായി ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു.